പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. നിങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായം അതിൻ്റെ 3 വാക്യം. ബട്ട് ഹി ഹു prophesies speak edification and exhortation and comfort to man. Prophecy has to do 3 things. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ വരുന്ന പ്രോഫസി ആണെങ്കിൽ ഈ 3 കാര്യം ചെയ്യണം. എന്താണ്? ഇത് ഏതെങ്കിലും ഒരു കാര്യം അതിനകത്ത് കണ്ടിരിക്കണം. ഒന്ന് എന്തായിരിക്കണം? എഡിഫിക്കേഷൻ. ഇറ്റ് ഷുഡ് എഡിഫൈ ദ ചർച്ച്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചർച്ചിനകത്ത് അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് തെറ്റ് തിരുത്തുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി സംതിങ് ദാറ്റ് ഇറ്റ് ഷുഡ് ക്ലാരിഫൈ തിങ്സ്, ഇറ്റ് ഷുഡ് ചേഞ്ച് തിങ്സ്. അപ്പോൾ അതൊരു വ്യക്തിയെ എഡിഫൈ ചെയ്യുവാന് ഉടച്ചു വാർക്കുന്നതായിരിക്കണം. രണ്ടാമത് എക്സോർട്ടേഷൻ. അതൊരു ഉദ്ദീപനം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഉദ്ദീപിപ്പിക്കുന്നതായിരിക്കണം. മൂന്നാമത്തെ എന്താണ്? കംഫർട്ട് ടു മാൻ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞ വേദനയുമായിട്ടിരിക്കുക, അല്ല മുറിവുള്ള ജീവിതങ്ങൾ, ഹൃദയത്തിൽ തകർച്ചയുള്ള ജീവിതങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ ശബ്ദമായിരിക്കണം. അപ്പം ഈ 3 കാര്യങ്ങൾ പ്രോഫസിക്കകത്ത് കാണും. ചിലപ്പം ചില സ്ഥലത്ത് നമ്മൾ പ്രോഫസി ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ പ്രോഫസി ലൈഫിൽ കണ്ടിട്ടുണ്ട്, ഒരു വ്യക്തിയോട് 4 പേര് വരെ പ്രവചിക്കുന്ന ഒരുപോലെ കണ്ടിട്ടുണ്ട്, സീക്വൻസ് ആയിട്ട്. ഞാൻ, എൻ്റെ സിസ്റ്റർ, ആ ചർച്ചിലുള്ള വേറൊരാൾ. അപ്പം ABC എന്നും പറഞ്ഞ് ആ പ്രോഫസി പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എഡിഫൈ, ഒന്ന് എക്സോർട്ടിങ്, ഒന്ന് കംഫർട്ടിങ്. അപ്പം ദൈവാത്മാവ് മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യും. അപ്പം ദൈവം പണിയുന്നവനെ, ഇടിച്ചു കളയുന്നവനെ, നമ്മൾ ഇടിച്ചു കളയുന്ന പോലെ നമ്മളെ നശിപ്പിച്ച് കളയതല്ല. നമുക്ക് വേദന വന്നാലും ആ വേദനകളെ മുറിവ് കെട്ടി നമ്മെ പിന്നെ ഒരു ബലമുള്ള, ശക്തിയുള്ള, ദൈവകൃപയുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവപൈതലാക്കി തീർക്കുവാനായി കർത്താവ് സഹായിക്കുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രൊഫസിയിലുണ്ട്. ഈ പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ് എന്ന് പറയുന്നതിനെ കുറിച്ച് പലരും തെറ്റിദ്ധരിച്ചിരിക്കുക. അന്ന് പലരും വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ കൃപ, അതിനെ പ്രൊഫസിയായിട്ട് പറയുന്നവരുണ്ട്. ഇപ്പം പറയുക, ബ്രദർ ഐ തിങ്ക് യു ഹാവ് എ പെൻ വിത്ത് യു, നിൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റർ നിൻ്റെ ഒരു 5350 രൂപയുണ്ട്. അതൊന്നും പ്രൊഫസി അല്ല, അതൊക്കെ വേർഡ് ഓഫ് നോളജാണ്. ഇത് മനസ്സിലാക്കാതെ ഇപ്പോൾ പെന്തക്കോസ്തിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഏതാണ് വേർഡ് ഓഫ് നോളജ്, ഏതാണ് പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ്? പ്രോഫസികൾ മുക്കാലും വരുന്നത്, പ്രോഫസികൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും ഒരു പക്ഷേ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കും. നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസും ദൈവം നമ്മളെ ഓർപ്പിക്കും. ഫ്യൂച്ചർ, അതായത് വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചും ദൈവം നമ്മെ ഓർപ്പിക്കും. സോ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ദിസ് 3 തിങ്സ് ഹാപ്പൻ. ഈ 3 കാര്യങ്ങൾ ഒരേപോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് ആ വചനം കേൾക്കും പറയാം, ദൂത് കേൾക്കും പറയാം, അങ്ങനെയൊക്കെ ശരിയാണ്. പക്ഷേങ്കിൽ ചില ദൂതുകൾ അല്ലെങ്കിൽ ചില പ്രവചനങ്ങൾ നമ്മുടെ കണക്കൂട്ടലുകൾക്കകത്ത് നടക്കത്തില്ല. അപ്പോൾ അവർക്കും ദൈവവചനത്തെ നമ്മൾ വായിക്കുന്ന പോലെ ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, വൈകിയാലും അതിനായി കാത്തിരിക്കാൻ നടക്കും നിശ്ചയം. അപ്പം പ്രൊഫറ്റിക്കൽ ടൈമിനും ഒരു ടൈമുണ്ട്. ചില കാര്യങ്ങൾ ഓൾ ഓഫ് ദ സഡൻ നമ്മൾ ചർച്ചയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ചില കാര്യം നടക്കും. നമ്മൾ പ്രവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നടക്കും. എന്നാൽ ചില കാര്യങ്ങൾ വർഷങ്ങളെടുക്കും. ചിലത് 15-18 വർഷങ്ങളെടുക്കും, 20 വർഷങ്ങളെടുക്കും. ഞാനൊരു ദൂത് കേട്ടിട്ടുണ്ട്. ചേത്തയ്ക്കൽ, നമ്മുടെ ഹരിപ്പാടിനടുത്ത് അല്ല കായംകുളത്തൊരു ഒരു പ്രവാചകനുണ്ടായിരുന്നു. ആ അപ്പച്ചൻ ഒരിക്കൽ റാന്നിയിലുള്ള ഇറ്റാർസി കുര്യൻ തോമസിനോട് ദൂത് പറഞ്ഞു, നിന്നെ ഞാൻ 5 വൻകരയിലും എൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അവസാനം 52-ാമത്തെ വയസ്സിൽ
ഇട്ടാസി കുര്യൻ തോമസ് ഓസ്ട്രേലിയയിൽ കാലുകുത്തിയപ്പോൾ തന്നോട് ദൈവത്തിൻ്റെ ദാസനായ പത്തിച്ചിറ യോഹന്നാച്ചൻ എന്ന് പറയുന്ന പ്രവാചക പ്രഭു ആ ദൂത് പറഞ്ഞ ദൂത് ഓർത്തു. എടാ, ദൈവം 40 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണല്ലോ, അത് അതുപോലെ നടന്നല്ലോ. പ്രൈസലോ. അപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ നടക്കും. പക്ഷെ നമ്മുടെ കാലയളവുകൾക്കകത്ത് നടക്കണം എന്നില്ല. നമ്മുടെ കാലയളവുകൾക്കകത്ത് നടക്കത്തില്ല. ചിലപ്പോൾ കുറേ സമയമെടുക്കും. അതിനാൽ നമുക്ക് കാത്തിരിക്കണം. അതിനായിട്ട് നമുക്ക് ദൂതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ കർത്താവ്, നീ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അതിൻ്റെ സമാപ്തിയിലേക്ക് ഞങ്ങൾ ജാഗരിക്കുന്നു. അത് നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസം കൂടാതെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ആലോചനയെ നമ്മൾ വിശ്വസിക്കുക, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്ത് നമ്മൾ മറന്നുപോയാലും മറക്കാത്തൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് റിമെമ്പേഴ്സ് ഹിസ് വേർഡ്. ദൈവം തൻ്റെ വചനത്തെ ഓർമ്മിക്കുന്ന ദൈവമാണ്. ദൈവവചനത്തിൽ പറയുന്നു 1000 തലമുറയോ. അതുകൊണ്ട് ഇന്ന് പകൽ വിശ്വാസത്തിൽ ഉറച്ച് ദൈവസന്നിധിയിൽ മുന്നേറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവകൃപയിൽ നിലനിൽക്കാം. ദൈവത്തിൻ്റെ ആത്മാവിൽ ബലപ്പെടാം. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ.